ഗുഡ് ഈവനിംഗ് എസ് ശരൺ. കരുവന്നൂർ കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലേക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഉള്ളിലെ ആളുകൾ എന്ന രീതിയിൽ പാർട്ടിക്കാരായ രണ്ടുപേരുടെ സംഭാഷണത്തിനിടയിലെ ഈ ഭാഗം അതൊരു തെളിവായി മാറുമോ? അന്വേഷണ ഏജൻസികൾ ഇതും പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? സുജയ, ഇതിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഇ.ഡി. എന്നാൽ ഐ.ടിയുടെ കാര്യത്തിൽ ഐ.ടിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അനിലക്കര പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദായനികുതി വകുപ്പ് ഈ നേതാക്കളുടെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് നമുക്ക് ഇനി വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത് നേരത്തെ ഇതുവരെ, അതായത് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് മുൻപുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം തന്നെ ഈ പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും തെളിവുകൾ നിരത്തിയുള്ള കുറ്റപത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നത് ഇതാണ്. അതായത് കരുവന്നൂർ ബാങ്കിൽ നിന്നും അനധികൃതമായിട്ട് ബിനാമി വായ്പകൾ അനുവദിച്ചിരുന്നു. അങ്ങനെ ബിനാമി വായ്പകൾ അനുവദിക്കാനായിട്ട് പാർട്ടിക്ക് സ്വന്തമായി പാർലമെന്ററി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും ഉണ്ടായിരുന്നു. ഇത് നിയന്ത്രിച്ചിരുന്നത് നേതാക്കൾ എന്നുള്ളതാണ്. അങ്ങനെ ഈ ബിനാമി വായ്പകൾ അനുവദിക്കുന്നു. അതിൽ നിന്ന് ലഭിച്ച പണത്തിന്റെ കമ്മീഷൻ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് അടക്കമെത്തുന്നു. അപ്പോൾ ഇങ്ങനെ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ ഈ പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേതാക്കളാണോ ബെനിഫിഷ്യറി എന്നുള്ള ഒരു സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, അതായത് ഇത്തരത്തിൽ വന്ന പണം വന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ അക്കൗണ്ടുകളും ഒപ്പം തന്നെ പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയാനായി വാങ്ങിയ 10 സെന്റ് ഭൂമി അടക്കം 92 ലക്ഷത്തിന്റെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നതാണ്. ഇനി നേതാക്കളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 കുറ്റപത്രങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതിൽ 83 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10-ലധികം നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന നേതാക്കൾ മുതൽ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറിമാർ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് AC മൊയ്തീനായിരുന്നു. ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉണ്ടായിരുന്ന സംശയം ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സതീഷ് കുമാർ AC മൊയ്തീന്റെ ബിനാമിയാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ AC മൊയ്തീനെതിരെ നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് AC മൊയ്തീൻ പ്രതിയാകുന്നത്. ഇനി MK കണ്ണന്റെ കാര്യത്തിലേക്ക് വന്നാൽ MK കണ്ണൻ പ്രതി അല്ലെങ്കിൽ പോലും സംശയത്തിന്റെ നിഴലിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. നേരത്തെ 3 പ്രാവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് MK കണ്ണനെ ചോദ്യം ചെയ്തിരുന്നത്. അത് ഈ ബിനാമി വായ്പകൾ, ഒരാൾക്ക് ബിനാമി വായ്പകൾ തരപ്പെടുത്തി നൽകാനായിട്ട് MK കണ്ണൻ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്തത്. ഓക്കെ, എസ് ശരണാണ് ഇപ്പോൾ ഈ ആരോപണത്തിൽ കേസിലെ എങ്ങനെയാണ് ഗതിവിഗതികൾ എന്നുള്ളത് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് കാടയ്ക്കെതിരെയും പറയുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ആരോപണ വിധേയനായ വൈശാഖിനെ മാറ്റിയാണ് ശരത്തിനെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ശരത്തും വിവാദത്തിൽപ്പെട്ട സാഹചര്യത്തിൽ ശരത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ, നടപടിയെടുക്കുമോ, വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ അതിൽ അടുത്ത നടപടികൾ എന്താണ്, പാർട്ടിക്ക് എന്താണ് പറയാനുള്ള? സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ? കേന്ദ്ര ഏജൻസികൾ അന്വേഷണ പരിധിയിലേക്ക് ഈ ശബ്ദം കൂടി, ഈ സന്ദേശം അല്ലെങ്കിൽ ഈ സംഭാഷണം കൂടി കൊണ്ടുവരുമോ? അതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും തൃശ്ശൂരിൽ ഈ വിഷയത്തിൽ പാർട്ടി വീണ്ടും പെട്ടു എന്നുള്ളത് ഉറപ്പാണ്.